ഹലോ, എല്ലാ കൂട്ടുകാർക്കും കൂനമ്പായിക്കുളം പൊങ്കാലയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ദേവിയുടെ പൊങ്കാലയിൽ പങ്കെടുക്കാനായിട്ട് ഞാനും മോനും കൂടെ പോയതാണ്. വൈകുന്നേരത്ത് 6 മണി ആവാറായ സമയത്താണ് ഞങ്ങൾ എത്തിയത്. അവിടെ എല്ലായിടത്തും അടുപ്പും എല്ലാം കൂട്ടി ആളുകളെല്ലാം, ലേഡീസെല്ലാം റോഡിൻ്റെ രണ്ട് സൈഡിലും നിറഞ്ഞിരുന്നെങ്കിലും ഞാൻ ഓടിച്ചെന്ന് ഒരിടത്ത് ഒരു കടയുടെ മുമ്പിൽ ഈ സാധനം വെച്ചിട്ട് വെള്ളമൊക്കെ എടുക്കാനായിട്ട് പോയപ്പോഴത്തേന് അവർ അവിടെ സമ്മതിച്ചു അവിടെ നിന്ന് പൊങ്കാലയിടാൻ. അതുകൊണ്ട് ഏതാണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് സ്ഥലം കിട്ടി. ഒരു ഒരു അച്ഛനും മോളും കൂടെ നിന്ന് പൂവിൻ്റെ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. അവരിതാ അതിൻ്റെ വശത്തായിട്ട്. അങ്ങനെ എനിക്ക് അവിടെ പൊങ്കാലയിടാൻ പറ്റി. എൻ്റെ തൊട്ടടുത്ത് ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. റോഡിൻ്റെ രണ്ട് സൈഡിലും വേറെ ഒന്നും നടന്ന് കാണാൻ പറ്റിയില്ല. കാരണം അതിന് മുൻപ് നമ്മൾ ഈ അടുപ്പൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ വെച്ച് അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അമ്പലത്തിൻ്റെ അവിടേക്ക് ചെന്നത്. ഇതാണ് ആ കട. ഈ കടയുടെ വലത് സൈഡിലായിട്ട് താണ്ട നിൽക്കുന്ന കടയുടെ ഓണർ. പൂക്കട ആണ്. അവിടെ താണ്ട 15 രൂപയ്ക്ക് ഒരു ഇലയിൽ പൂവും അതിൻ്റെ സെറ്റിങ്സും എല്ലാം ഉണ്ട്. കണ്ട, ഇതൊരെണ്ണം ഞാനും വാങ്ങിച്ചു. ഒരു മോളാണ്, ഈ പുള്ളിയുടെ മോളാണ് എനിക്ക് തന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയായി. കണ്ട, എണ്ണയ്ക്ക് 30 എന്നൊക്കെ പറയുന്നു. 15 രൂപയാണ് താണ്ട ഈ നിൽക്കുന്ന ഇതിനൊരെണ്ണത്തിന്. എണ്ണയ്ക്ക് പ്രത്യേകം 30 രൂപ. അങ്ങനെ അവർ നല്ല കോപ്പറേറ്റീവായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ നിന്ന് പൊങ്കാലയിടാൻ പറ്റി. ഇല്ലെങ്കിൽ ഞാൻ ഇതുമെല്ലാം ആയിട്ടങ്ങ് റോഡിൽ എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി വന്നേനെ. ഇത് ഏതാണ്ട് തൊട്ട് മുമ്പിലായിട്ട് തന്നെ വരും. ഒരു അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് പണ്ടാര അടുപ്പിൽ അത് പൊങ്കാലയുടെ ഇതിടുന്നതിൻ്റെ എല്ലാം പൂജകളും കാര്യങ്ങളും അതിൻ്റെ എല്ലാം തിരുമേനിമാരകത്ത് നടത്തുന്നുണ്ട്. ഇത് റോഡിലെ കാഴ്ചകളാണ്. അങ്ങനെ പണ്ടാര അടുപ്പിൽ നിന്ന് തീയെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്ന് അടുപ്പെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്ട ലേഡീസ് എല്ലാം നല്ല സെറ്റ് സാരിയും അതിന് പറ്റിയ ബ്ലൗസും അതിൻ്റെ നല്ല തോർത്തൊക്കെ കെട്ടി നല്ല ഒരു പൊങ്കാല ഇടാൻ തയ്യാറെടുത്ത് തന്നെയാണ് നിന്ന് ഇടാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുന്നത്. എല്ലാ ലേഡീസും കണ്ടാ നിന്ന് കത്തിക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്നുണ്ട്. അതെന്താകുമെന്തോ, ഇഡ്ഡലി വേണോ ഇനി എന്താണോ, ഇലയപ്പമാണോ, ദേവിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. ഞാൻ പൊങ്കാലയാണ് ഇട്ടത്. ഇത് രണ്ട് സൈഡിലുമായിട്ട് ഉള്ള കാഴ്ചകളാണ്. പൊങ്കാല അങ്ങനെ പൊങ്കാലയിട്ട് താണ്ട എൻ്റെ പൊങ്കാല അടുപ്പിൻ്റെ അടുത്ത് ഞാൻ താണ്ട നിന്ന് പൊങ്കാല ഇടുന്നത് കണ്ട കൂട്ടുകാരെ. ഞാൻ ആദ്യമായിട്ടാണ് കൂനമ്പായിക്കുളം അമ്പലത്തിൽ പൊങ്കാല ഇടുന്നത്. അങ്ങനെ ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് പാഞ്ഞുകൊണ്ട് പോയതാണ്. ഇവിടെ വന്ന് റെഡിയായി, വീട്ടിൽ വന്ന് റെഡിയായി. 6 മണിയായപ്പോഴാണ് അങ്ങ് ചെന്നത്. അതിൻ്റെ ഒരു വെപ്രാളം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഓക്കെയാണ്. ഞാനും എല്ലാവരോടൊപ്പം നിന്ന് ഭഗവതിക്ക് പൊങ്കാലയിട്ടു. എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിൽ ദേവിക്ക് പൊങ്കാല ഇട്ടത്. അമ്പലത്തിനകത്ത് കയറി പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അകത്ത് കോമ്പൗണ്ടിനകത്ത് ആ സ്റ്റേജിൻ്റെ ഭാഗത്തായിട്ടുള്ള ആ ഗ്രൗണ്ടിൽ ലേഡീസ് എല്ലാം തിങ്ങി നിറഞ്ഞ് അങ്ങ് പൊങ്കാലയിട്ടു. അവിടെ അങ്ങും ഒരു സ്ഥലവും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഞാൻ ഈ കടയിൽ കൊണ്ടുവന്ന് ഈ സാധനം വെച്ചത്. പക്ഷേ എന്തായാലും എനിക്ക് നല്ലൊരു സ്ഥലമാണ് കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ എന്തോരം ആളുകളുണ്ടെന്ന് നോക്കിയാണ്. ഒരുപാട് ആളുകൾ പല ഇതൊന്നും എല്ലാം തൊട്ടടുത്തൊന്നും ഉള്ളതല്ല. എല്ലാവരും ദൂര സ്ഥലങ്ങളിൽ നിന്നും എല്ലാം ഉള്ള കൂട്ടുകാരും എല്ലാവരും ഒക്കെയാണ്. എൻ്റെ കൂടെ HDCക്ക് പഠിച്ച ഒരു കൂട്ടുകാരിയെ ഞാൻ കണ്ടു. ഒന്ന് സംസാരിക്കാനേ പറ്റിയുള്ളൂ. എല്ലാവരും തിരക്കിലായിരുന്നു പൊങ്കാല ഇട്ട് കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള. അങ്ങനെ ഞാൻ തീയൊക്കെ കത്തിച്ച് ഇങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുപ്പിൽ പൊങ്കാല ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കാൻ താമസിച്ചപ്പോൾ എനിക്ക് നല്ല
ഒരു ടെൻഷൻ ഉണ്ടായി. കാരണം ഈ കലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്, കാറ്റ് വീശുന്നതിൻ്റെയും എല്ലാം ഒരു വിഷയമാണ്. ഈ ചിലപ്പം അല്പം ഡിലേ വരും. ഞാനൊന്ന് പരിഭ്രമിച്ചു. എന്നാലും കുറച്ച് സമയമായപ്പോൾ എൻ്റെ കലത്തിലും തിളയ്ക്കുന്നത് വന്നു. എല്ലാ ദിവസവും ഉഗ്രം പരിപാടികളെല്ലാം ഉണ്ട്. ദേവിക്ക് ഇഷ്ടമുള്ള നൃത്തം കൂടുതലും അതാണ്. പിന്നെ ആ സമയത്ത് അവിടെ പല സ്ഥലങ്ങളിലായിട്ട് പലതാണ്. പൊങ്കാല ഒരു സെക്ഷൻ അങ്ങനെ നടക്കുമ്പം മറ്റേ സ്ഥലത്ത് ഇങ്ങനെ പാട്ടൊക്കെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഇത്രയും വലിയ ഗംഭീര ഉത്സവമാണ്. അങ്ങനെ കാലം ഇങ്ങനെ തിളച്ച് തീയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ. വൈകുന്നേരം സമയമായതുകൊണ്ട് വെയിലൊന്നും ഇല്ല. എല്ലാവർക്കും വേണ്ടുന്ന വെള്ളവും ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സും അതിൻ്റെ അതോറിറ്റികൾ കൃത്യമായിട്ട് തരുന്നുണ്ടായിരുന്നു. പൊങ്കാല തുടങ്ങുന്നതിന് തൊട്ട് മുൻപും അതിന് ശേഷവും ഇതിങ്ങനെ വെള്ളവും അതിൻ്റെ ഇടയ്ക്കും വെള്ളവും എല്ലാം കൊടുത്ത് ഒരു ബുദ്ധിമുട്ടും ഒരാൾക്കും ഉണ്ടായില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി അവരവരുടെ അഭീഷ്ടസിദ്ധിക്കായിട്ട് അവരവരുടെ രീതിയിൽ എല്ലാവരും ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. അങ്ങനെ ചെറിയ ഒരു തിള വന്നു. അതിൻ്റെ ലൈറ്റ് സെറ്റ്, അമ്പലത്തിൻ്റെ ചുറ്റും ലൈറ്റ് സെറ്റിങ്സും എല്ലാം ഉഗ്രനാണ്. അവിടെ നല്ല സെക്യൂരിറ്റിയുമുണ്ട്. എല്ലായിടത്തും സെക്യൂരിറ്റിയെ നിയോഗിച്ചിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരുടെ ആ വാളണ്ടിയേഴ്സ് എല്ലാം നടന്ന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കാതെ എല്ലാവരും നല്ല സന്തോഷപൂർവ്വം പൊങ്കാലയിട്ടു. അങ്ങനെ പൊങ്കാല ഞാൻ പറഞ്ഞായിരുന്നു പതുക്കെ പൊങ്കാല തിളച്ചുള്ളെന്ന്. അങ്ങനെ എനിക്ക് നല്ല വിഷമം കുറച്ച് സമയമുണ്ടായി. കലം കണ്ട വീതിയുള്ള കലത്തിലിടുമ്പോൾ അത് ഇച്ചിരി പ്രയാസം വരും, തിളച്ച് വരാതെ. അതാണ് അങ്ങനെ തിളച്ചുകൊണ്ട് വരികയാണ്. പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തയും ഈ തിളയ്ക്കുക എന്നുള്ള ആ ഒരു ഭാഗം വരുന്നതാണ്. നമുക്ക് എപ്പോഴും വേറെ ഒന്നിലും നമ്മുടെ ശ്രദ്ധ വരത്തില്ല. തിള വരുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ എപ്പോഴും. അങ്ങനെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് നിന്ന ചേച്ചി നല്ല ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ചേച്ചിയായിരുന്നു. ചന്ദനത്തോപ്പിലുള്ളൊരു ചേച്ചി. അവരുടെ പൊങ്കാല നിമിഷ നേരം കൊണ്ട് എല്ലാം റെഡിയായി. അങ്ങനെ തിളച്ച് വന്നത് കണ്ടോ കൂട്ടുകാരെ? ഇതാണ് പൊങ്കാല ഇടുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ തിള വരിക എന്നുള്ളതാണ്. അത് തിളച്ച് താഴേക്കൊന്ന് വീഴണമെന്നുള്ളതാണ്. അങ്ങനെ തിളച്ചൊക്കെ കഴിഞ്ഞ് അടുത്ത് നിന്ന ചേച്ചി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊങ്കാല റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിന് ശേഷം നമ്മൾ അതിനകത്ത് ഞാനാണെങ്കിൽ ഇവിടുന്ന് അതിന് വേണ്ടുന്ന
എല്ലാം അങ്ങനെ പൊങ്കാലയെല്ലാം ഇട്ട് സന്തോഷപൂർവ്വം ഞങ്ങൾ തിരികെ പോരുന്നു. അടുത്ത പൊങ്കാലയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.